മിസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴിക്കോട് ബീച്ച് ഏതാ? എനിക്ക് നമ്മുടെ ബേപ്പൂർ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് കാപ്പാടാണ്. അതെന്താ സാറേ? അതിന്റെ ഭംഗി മാത്രമല്ല, അതിന്റെ പുറകിൽ കുറച്ച് ചരിത്രം കൂടിയുണ്ട്. ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം വരുന്നത് ഇവിടെയാണ്. അത് ആരാ? എനിക്കറിയാം, വാസ്കോ ഡി ഗാമയല്ലേ? യെസ്. അങ്ങനെ വാസ്കോ ഡി ഗാമ വന്നതിന് ശേഷം ഈ പ്രദേശം ഉൾപ്പെടുന്ന കൊയിലാണ്ടിക്കൊക്കെ യൂറോപ്പുമായിട്ടൊരു വ്യാപാര ബന്ധം ഉണ്ടായി. നമ്മുടെ ചരിത്രത്തിൽ ഒരു ഇടമായിട്ട് ശരിക്കും കൊയിലാണ്ടി മാറുകയുണ്ടായി. അത് മാത്രമല്ല, നമ്മുടെ ആനക്കുളം ഉണ്ട്, പാറേപ്പള്ളി ഉണ്ട്, കണ്ടൽ മ്യൂസിയം ഉണ്ട്. ഇതൊക്കെ കൊണ്ട് വളരെ പ്രസിദ്ധി നേടിയ സ്ഥലം കൂടിയാണ് നമ്മുടെ കൊയിലാണ്ടി. പന്തലായനി കൊല്ലം എന്നറിയപ്പെട്ടിരുന്ന കൊയിലാണ്ടിയിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. കൊയിലാണ്ടിയിലേക്ക് സൈലം PSC ക്യാമ്പസ് എത്തുകയാണ്. അപ്പൊ സാറേ, നമ്മളിപ്പോ ഉള്ളത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമ്മുടെ കൊയിലാണ്ടി ക്യാമ്പസിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് വരുന്നത്. അപ്പൊ എക്സ്പീരിയൻസിന് എത്ര പെട്ടെന്ന് എത്തിച്ചേരാവുന്ന അടുത്തുള്ള ദൂരത്തിലാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. യെസ്, നമുക്ക് നടക്കാം. അപ്പൊ ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സൈലം PSC കൊയിലാണ്ടി സെന്ററിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതെ, ഈ മാർക്കറ്റ് റോഡിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. അതെ, അതുകൊണ്ട് ആസ്പിറൻസിനൊക്കെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അല്ല, നമ്മളിവിടെ നിന്നാ മതിയോ? ക്യാമ്പസ് യെസ്, വേണം. നമുക്ക് ക്യാമ്പസിലേക്ക് പോയി. അപ്പൊ നമ്മളിതാ കൊയിലാണ്ടി ക്യാമ്പസിന്റെ റിസപ്ഷൻ ഏരിയയിലാണ് വന്നിട്ടുള്ളത്. സാർ, നമ്മൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് അല്ലെ? അപ്പം ആസ്പിറൻസിന് വന്ന പാടെ നിങ്ങളുടെ എൻക്വയറീസിനും അഡ്മിഷൻ ഒക്കെ എടുക്കാൻ നേരെ ഇവിടെ വന്ന് എത്താവുന്നതാണ്. ഇനി അഡ്മിഷൻ എടുത്താൽ നമ്മൾ എങ്ങോട്ടാ മിസ് പോവാ? നമ്മൾ ക്ലാസ് റൂമിൽ പോകണം. ക്ലാസ് റൂമിലേക്ക് പോയി നോക്കാം. പറഞ്ഞതുപോലെ തന്നെ സൈലം ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയാണ് ആസ്പിറൻസിന് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. സെൻട്രലൈസ്ഡ് AC-യും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂംസും. ഏത് ലെവലിൽ ഇരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ വളരെയധികം ഫെസിലിറ്റേറ്റഡ് ആയ ക്ലാസ് റൂംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ PSC ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു ഓഫ്ലൈൻ സാധാരണ സെന്ററിൽ ഇന്ത്യയുടെ ഭൂപടമൊക്കെ വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വരച്ച് സമയമെടുത്ത് അതിനുശേഷം പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏത് ഫിഗർ ആണോ കാണിക്കേണ്ടത്, അത് എത്ര ഫിഗർ വേണോ അതെല്ലാം കാണിക്കാം. അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അനോട്ടേറ്റ് ചെയ്യാം, എഴുതാൻ പറ്റും. എന്തൊക്കെയാണോ നമ്മൾ ഇവിടെ കാണിക്കുന്നത്, എന്തൊക്കെയാണോ നമ്മൾ അവിടെ എഴുതുന്നത്, ഇതെല്ലാം അനോട്ടേറ്റ് ചെയ്ത് ഒരു PDF ആയിട്ട് ക്ലാസ്സിന് ശേഷം കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. അത് അവരുടെ സമയമൊക്കെ ഒത്തിരി ലാഭിക്കാനായിട്ട് സഹായകമാണ്. അപ്പൊ നമ്മൾ ക്യാമ്പസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. സൈലത്തിന്റെ PSC-യിലുള്ള, അതായത് നമ്മുടെ LDC-യിലും LPSC-യിലൊക്കെ നിരവധി റാങ്കുകൾ നേടിക്കൊണ്ട് വിജയഗാഥ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി റാങ്ക് മേടിക്കേണ്ടത് നമ്മുടെ കൊയിലാണ്ടിക്കാരാണ് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പസ് തുടങ്ങാൻ പോകുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് നമ്മുടെ ക്യാമ്പസിന്റെ ഉദ്ഘാടനം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൻസൂർ സാറും ജെറിൻ സാറുമാണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത്. അന്നേ ദിവസം ക്യാമ്പസിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരു മാസം തികച്ചും സൗജന്യമായ ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം വീണ്ടും വീണ്ടും ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതെ, അപ്പൊ ഇനി കൊയിലാണ്ടി ക്യാമ്പസിൽ വെച്ച് കാണാം.